ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാരണം അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പം ഇന്നിപ്പം ഒരു മാസമായിരിക്കുകയാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. ഇപ്പോൾ വിഷ്ണു എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ വണ്ടിയിൽ ഞാനും ഭാവിയും മാത്രമാണ് കേട്ടോ പോയത്. ഇപ്പോൾ വൈശുവിന് അംഗനവാടിയിൽ പോകണമായിരുന്നു. ഏട്ടനൊരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ വന്നത്. അപ്പോൾ കല്യാണം നടക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്. കറക്റ്റ് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും വന്നതല്ലേ, അപ്പം ചെറുക്കനെയും പെണ്ണിനെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. അപ്പം ശരിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വെച്ചിട്ടല്ല കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നീ എന്താ വീഡിയോ എടുക്കാത്തതെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ, നീ എന്താ വീഡിയോ എടുക്കാത്തതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു എന്തായാലും എടുത്തേക്കാം, അവൻ ചോദിച്ചല്ലേ, ഇനി അവനൊരു വിഷമമാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോയതല്ല, അവരുടെ വീട്ടിൽ പോയത്. അപ്പം അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവനൊരു വിഷമമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. പിന്നെ അവർ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക നേരം അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം മാറി നിന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാനും തോന്നിയില്ല. അപ്പോൾ അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ രണ്ട് സാറന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ട്യൂട്ടോറിൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കണ്ടു, രാകേഷ് സാറിനെയും അശ്വതി ടീച്ചറിനെയും. പിന്നെ അവരുടെ മോനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും കുറേ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബോറടിക്ക് തോന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് ആളുകളുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റി. പിന്നെ അവരുമായിട്ടൊക്കെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് കക്ഷികൾ. അപ്പോൾ മാവി എന്തായാലും പോയി കേട്ടോ. ടീച്ചറെ വിളിച്ചപ്പോൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് പോയി. അവൾക്ക് വേറെ ചില ആളുകൾ വിളിച്ചാൽ അവൾ പോകത്തില്ല കേട്ടോ. പക്ഷേ ടീച്ചറിൻ്റെ കയ്യിൽ എന്തായാലും അവൾ പോയി.